ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ദ പ്രീ മാർക്കറ്റ് അനാലിസിസ്. നമ്മുടെ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത് മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, വാല്യൂസ് നോക്കാം. 24,973 ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 876 നമ്മൾ ക്ലോസ് ചെയ്തത്. 100 പോയിൻ്റ് ഗ്യാപ്പ് എന്നാണ് കാണിക്കുന്നത്. അതൊരു ഗ്യാപ്പേ അല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 960 റേഞ്ചിലായിരിക്കും. നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് 960 റേഞ്ചിലായിരിക്കും. അത് നമുക്ക് ചാർട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ റിയൽ മാർക്കറ്റിലേക്ക് തന്നെ പോകാം. അതിന് മുമ്പ് കുറച്ച് എന്താ ഇന്നലത്തെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു GST റീഫോമിൻ്റെ കാരണം കൊണ്ട് മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി വരികയും ആ പോസിറ്റിവിറ്റി പെട്ടെന്ന് രാവിലത്തെ ബൾക്ക് ഓർഡറായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ആ രാവിലത്തെ ബൾക്ക് ഓർഡർ, എല്ലാവരുടെയും പാനിക്കായിട്ടുള്ള ഒരു ബൾക്ക് ഓർഡറിനെ നമ്മൾ ഇന്നലെ നോക്കി. പക്ഷേ അത് പിന്നെ സസ്റ്റെയിൻ ചെയ്തില്ല. ആ ഒരു ആക്ച്വലി അത് സസ്റ്റെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ കാരണം അത് സസ്റ്റെയിൻ ചെയ്യാത്തത് കാരണം ആ മാർക്കറ്റ് പിന്നീട് സബ്സൈഡ് ചെയ്യപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ ലെവൽസ് ഇന്നലെ ഗ്രൂപ്പിനകത്ത് കൃത്യമായിട്ട് ഇന്നലത്തെ മോർണിംഗ് ലൈവ് വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ കൃത്യമായി അതിൻ്റെ ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒരു നല്ലൊരു ട്രേഡിൻ്റെ അഡ്വാൻറ്റേജ് നമ്മളെ ഏറ്റെടുക്കുന്ന പരിപാടിയോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും പറയാനില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അങ്ങനെ പോയി ഇങ്ങനെ പോയി, അതിലൊരു കാര്യമില്ല. മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു ആ സമയത്ത് ബിഹേവ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറായിരുന്നു ഇന്നലെ പറഞ്ഞു തന്നത്. ആ സ്ട്രക്ചറിനനുസരിച്ച് മാർക്കറ്റ് പോയി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് വർക്കായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നലെ പറഞ്ഞു തന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 24,960. ഓക്കെ 25,000 to 25,960 എന്നുള്ളൊരു ഏരിയ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അത് വിടാം. ഓക്കെ, ഈ ഒരു ചാർട്ട് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് അതിനെ ക്ലിയർ ചെയ്ത് തരാം. കുറച്ച് വലിയൊരു ചാർട്ടാണ്. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ ഇത് കാണുന്നുണ്ടോ? ഇത് ഇന്നലത്തെ മാർക്കറ്റാണ്. കാണുന്നുണ്ടോ? മാർക്കറ്റ് ലിറ്ററലി ഓപ്പൺ ചെയ്ത ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇന്നലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ഇന്നലെ ഇവിടെ ഒരു സിമെട്രിക് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. സിമെട്രിക് ട്രയാങ്കിൾ ഇന്ന് ഹൈ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. എന്നാൽ ഇവിടെ അതിൻ്റെ ടാർജറ്റിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിനകത്ത് തന്നെ അത് പോയി ടാർജറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഹൈ ബുള്ളിഷ്നെസ് ഉണ്ടാവും, ബുള്ളിഷ്നെസ്സിന് കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്നുള്ള ഉറപ്പിൻ്റെ മേളിൽ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ മേളിൽ മാർക്കറ്റിൽ ആദ്യത്തെ ഒരു പോസിറ്റീവ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ട്രേഡ് എടുത്തപ്പോൾ പ്രീമിയത്തിന് നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത് നമ്മൾ പോയ ട്രേഡ് എന്ന് പറഞ്ഞാൽ ടാർജറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രെൻഡ് ലൈൻ ഇത് കുറച്ചുകൂടെ വൈഡറാക്കിയാൽ ഇതൊരു മേളിലേക്ക് പൊക്കൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ലൈനായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈനിൽ ഹിറ്റ് ചെയ്ത് ഇതൊക്കെ പ്രീവിയസ് ഡേറ്റ് ആണ് കേട്ടോ. പക്ഷേ അത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് റിയൽ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ അത്രത്തോളം ഡേറ്റാസ് കയ്യിലിരിക്കുകയും ആ ഡേറ്റ അവർക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ടാർജറ്റ് ഹിറ്റ് ചെയ്തു. അതുമാത്രമല്ല, പണ്ട് ഇട്ടിരുന്ന ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് റെസ്പെക്റ്റ് ചെയ്തു. 25,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലും നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റിനകത്ത് നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടായിരുന്നു. ഈ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ലിറ്ററലി ഞാനും മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ എനിക്കതിലൊരു റോങ് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. ആദ്യമേ പറയട്ടെ, ഇന്നലെ ഞാൻ ട്രേഡ് ചെയ്ത് തീർന്നപ്പോൾ എനിക്ക് ഒരു 3 ഡിജിറ്റിലുള്ള ഒരു ചെറിയൊരു ലോസാണ് ബുക്ക് ചെയ്തത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ആദ്യത്തെ ഒരു ബുള്ളിഷ്നെസ്സിൽ നമ്മുടെ പൊസിഷൻ സൈസിങ് ഉണ്ട്. അതായത് മാർക്കറ്റിൻ്റെ ഹൈ മൊമെൻറ്റത്തിൽ പൊസിഷൻ നമ്മൾ പല രീതിക്കാണ് അതിനെ ഡൈവേർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം പ്രോഫിറ്റ് എടുത്തതിൽ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു. അടുത്ത ഒരു നല്ലൊരു ട്രേഡിൽ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. എന്നാൽ വളരെ കാലത്തിന് ശേഷം ആദ്യമായി ഐ തിങ്ക് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. മാർക്കറ്റ് വീഴുന്നുണ്ട്, പക്ഷേ പ്രീമിയം അനങ്ങുന്നില്ല. അതായത് പിയുടെ പ്രീമിയത്തിൽ ലിറ്ററലി ഒരു തരത്തിലുള്ള മൊമെൻറ്റവും ഇല്ല. സാധാരണ ഇത് കയറിയപ്പോൾ ഈ പ്രീമിയം, അതായത് 20 ഞാൻ അവിടെ ട്രേഡ് ചെയ്തത് വേറൊരു സ്റ്റോക്കാണ്, 81,600 PE ആണ്. ഓക്കെ, CE ആണ്. അപ്പോൾ
ഇത് കയറിയപ്പോൾ എൻ്റെ പ്രീമിയം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറിയപ്പോൾ എൻ്റെ പ്രീമിയം ഓൾമോസ്റ്റ് 300 to 400 പോയിൻറ്റ് മൂവ് ചെയ്തു ഇന്നലെ ഫസ്റ്റ് 15 മിനിറ്റത്തെ കാര്യമാണ്. ഫസ്റ്റ് ഹാഫ് ആൻ അവറിൽ 300 പോയിൻറ്റിന് മേളിൽ മൂവ് ചെയ്ത പ്രീമിയം തിരിച്ച് ഇത് ഇത്രയും വീഴുന്നിട്ടും പിയുടെ പ്രീമിയത്തിനകത്ത് 30-35 പോയിൻ്റാണ് അനങ്ങിയിട്ടുള്ളത്. സെയിം 600 പി ഒരു 235 to 275 ആദ്യം എടുത്തു. 235 240 to 275 അത് എക്സിറ്റ് ചെയ്തതാണ്. വീണ്ടും അത് അങ്ങനെ തന്നെ നിന്ന് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സോ ഓപ്പോസിറ്റ് മാർക്കറ്റ് സ്റ്റേബിൾ ആകുന്ന ഒരു ടൈമിൽ നമ്മൾ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ക്വാണ്ടിറ്റി ആഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഡയറക്ഷനിൽ മാർക്കറ്റ് പോയിട്ടും മാർക്കറ്റിൽ അത് നമുക്ക് അനങ്ങുന്നില്ല. ലിറ്ററലി പെട്ടെന്നൊരു സിംഗിൾ ക്യാൻഡിലിൽ അത് ഒരു എസ് എൽ അടുത്തേക്ക് വരികയും ചെയ്തു. സോ അത്രയും വലിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് എസ് എൽ ഹിറ്റ് ചെയ്യിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കട്ട് ചെയ്ത് വന്നു. തിരിച്ച് മാർക്കറ്റ് സൈഡ് വേസ് പോയി. നമുക്കതിനകത്ത് വലിയൊരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഈ സൈഡ് വേസ് മാർക്കറ്റിനകത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അതിന് ലിറ്ററലി ആ ഒരു ചെറിയൊരു നമ്പർ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. ആ ലോസിന് അടുത്ത് ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്ത് നമുക്കത് കവർ ചെയ്യേണ്ട സിറ്റുവേഷനേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മാർക്കറ്റിൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റ് വളരെ കോൺട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റിനകത്ത് നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ആ ഓവർ ട്രേഡിങ് കാരണം തന്നെ നമ്മൾ പ്രോഫിറ്റിലായാലും നമ്മുടെ ബ്രോക്കറേജ് നമ്മളെ ബാക്കിലേക്ക് വലിക്കും. സോ ഓവർ ട്രേഡ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നതിനേക്കാളും ഞാൻ ഒരുപാട് സമയം മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തു, പക്ഷേ ആ മൊമെൻറ്റം വരുന്നില്ല. അപ്പോൾ ലിറ്ററലി ഞാൻ അതിനെ ക്ലോസ് ചെയ്തു. ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ലൈഫിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളുടെ ഡയറക്ഷനിൽ ഒരു നല്ലൊരു ട്രേഡ് വന്നിട്ടും ഞാൻ ഇന്നലെ ആലോചിച്ചപ്പോഴാണ് എനിക്കത് കിട്ടുന്നത്. മാർക്കറ്റ് ഇത്രയും എൻ്റെ ഡയറക്ഷനിൽ വന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ആ ഒരു ട്രേഡ് വല്ലപ്പോഴും നമുക്കൊരു ലോസ് ബുക്ക് ചെയ്യണം, അതിലൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഹൈ എക്സ്പെക്റ്റേഷൻ സി സൈഡിലും ലോ എക്സ്പെക്റ്റേഷൻ പി സൈഡിലും. അപ്പോൾ പി സൈഡിൽ പ്രൈസിൽ മേടിക്കാൻ ആളില്ലാത്തത് കാരണം അപ്പോൾ മാർക്കറ്റ് വീഴുന്ന ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോഴും അവിടെ സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനോ ലിക്വിഡിറ്റി അവിടെ തീരെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അത് കാരണം തന്നെ പ്രൈസ് അനങ്ങുന്നില്ല. പ്രൈസ് അനങ്ങാണ്ട് നമ്മൾ ആ പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല. സോ മേളിലോട്ട് പോയപ്പോൾ ഫസ്റ്റ് ക്യാൻഡലിലൊക്കെ ക്വാണ്ടിറ്റി കുറവായിരുന്നു, തിരിച്ച് വരുമ്പോൾ ക്വാണ്ടിറ്റി ഹൈ ആയിരുന്നിട്ടും നമ്മുടെ ഡയറക്ഷനിൽ മാർക്കറ്റ് വന്നിട്ട് നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് കോൺട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുരുങ്ങുകയാണ്. ലിറ്ററലി നിങ്ങൾ ഈ ചാർട്ട് നോക്കിയാൽ സാധാരണ ഇത് സിമെട്രിക്കാണ് വരാറുള്ളത്, ഇത് കുറച്ചുകൂടെ വീക്കായിപ്പോയി. അപ്പോൾ ഇത് കാണുന്നുണ്ടോ, ഇത് മാർക്കറ്റ് ചുരുങ്ങി ഈ ആദ്യം ഇത്രയും വൈഡായിട്ടുണ്ടായിരുന്ന ഒരു പിന്നെ ഇത്രയും വൈഡായി, പിന്നെ ഇതിപ്പോൾ ഇത്രയും വൈഡായിട്ടുണ്ട്. സോ ഇത് ചുരുങ്ങുമ്പോൾ രണ്ട് പ്രീമിയവും നമ്മുടെ ക്രഷ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബയ്യർ അതിനകത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഓപ്ഷൻ ബയ്യറിൻ്റെ കാശ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇന്നലെ അങ്ങനെ ഒരു വലിയൊരു സിറ്റുവേഷൻ വന്ന് നമ്മൾ ലോസിലേക്ക് കാണുന്നതിന് മുന്നേ ചെറിയൊരു ലോസിനെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറിയിരിക്കുക. ഇതൊരു ട്രിക്കാണ്. ഒരാൾ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാനിത് എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ക്ലാസ്സിൽ എക്സ്ക്ലൂസീവ്ലി പറയുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളൊരു സാധനമാണ്. പിന്നെ എൻ്റെ ഫുൾ കോഴ്സിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇതിനെക്കുറിച്ചിട്ടൊരു ഫുൾ ജേണി അവിടെ കിടപ്പുണ്ട്. ആ ഫുൾ ജേണിയും ഈ ഒരു സിംഗിൾ ലൈനും തമ്മിൽ കമ്പാരിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ്. ആ ഒരു വലിയൊരു എക്സ്പീരിയൻസിനെ ഇനിയുള്ള ക്യാൻഡിൽസിനെ, ആ വരുന്ന ക്യാൻഡിൽസിനെ എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും. അത് കംപ്ലീറ്റ്ലി ഒരാളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും ഇത് ജസ്റ്റ് നോളജ് ഷെയറിങ്ങുമാണ്. സോ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ചെറിയൊരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് മാത്രമാണ്. സോ ജസ്റ്റ് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ആ ലോസ് വന്നു എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നല്ലേ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് സമയമായിട്ടുണ്ട്, ബട്ട് ഇത് വാലിഡാണ്. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെയാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് 5 പേരെ കാണുന്നുള്ളൂവെങ്കിലും ഈ 5 പേർക്ക് ഇത് ലൈഫിലൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ഡയറക്ഷനിൽ ഇരുന്നിട്ടും ഒരു ട്രേഡ് കിട്ടിയില്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു ഹൈ മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുന്നില്ല, വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, വീഴില്ല എന്ന് വിചാരിച്ചിട്ട് ആരും പൊസിഷൻ എടുക്കുന്നില്ല. അപ്പോൾ ലിറ്ററലി പ്രീമിയത്തിന് ഡിമാൻഡ് ഇല്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ
ആ ഡയറക്ഷനിൽ നിൽക്കുന്ന ആൾക്ക് കാശ് കിട്ടാത്ത ഒരവസ്ഥ വരുന്നു എന്നുള്ളതാണ്. അത് ബുള്ളിഷ്നെസ്, ഓവർ ബുള്ളിഷ്നെസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമുക്ക് കിടക്കാം. ഓൾറെഡി കുറച്ചധികം സമയം 10 minutes ആയിട്ടുണ്ട്. ഓക്കെ മാർക്കറ്റിൽ 24 ഇപ്പോൾ ഈ ചാർട്ടിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വലുതാക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. 24,600 ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അടുത്ത് 24,800 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈന്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24,960 to 25,000 ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഗ്രൂപ്പിനകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ റെസിസ്റ്റൻസ് ബോക്സ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിയൊരു സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. ആ സെൽ ഓഫിനെ നമ്മൾ ഇന്നലെ ട്രേഡ് ചെയ്ത് ഒരു ബെയറിഷ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നപ്പോൾ എന്ത് സംഭവിക്കാൻ സാധ്യത എന്ന് ഇതിൻ്റെ താഴേക്കാണ് എന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ചിലപ്പോൾ ഫില്ല് ചെയ്തേക്കാം. ഇത്രയും താഴെ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും ഈ ഗ്യാപ്പിലേക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നേക്കാം. അപ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു ബുള്ളിഷ്നെസ് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആകുന്ന ഒരു സിറ്റുവേഷൻ. ഇന്നലെ ഞാൻ ഈ ഒരു സിനാരിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24,800 വരെ ചിലപ്പോൾ എങ്ങാനും വന്നാലും 24,600 പോലും ചിലപ്പോൾ വന്നേക്കാമെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാറ്റേൺ കണ്ടിട്ട് ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളത്. എന്നാലും മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക 25,000-നും 24,800 ഇടയിൽ നിൽക്കാനായിരിക്കും. ഇനി ഇൻ കേസ് മാർക്കറ്റിന് അടുത്തൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ടാർഗറ്റ് 25,000 to 25,980 ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ചിലപ്പോൾ ഈ ഒരു പരിസരത്തായിരിക്കാം. ഓപ്പൺ ചെയ്തതിന് ശേഷം 940 റേഞ്ചിൽ നിന്നിട്ട് ഇത് പതുക്കെ മേളിലേക്ക് വന്ന് 25,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,100 ഫസ്റ്റ് ടാർഗറ്റ്, 25,240 സെക്കൻഡ് ടാർഗറ്റ്, 25,440 ഇല്ലെങ്കിൽ 400 അടുപ്പിച്ചിട്ടുള്ള ഒരു ഏരിയ തേർഡ് ടാർഗറ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്ക് വന്നാലോ 800 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈൻ, അത് ബ്രേക്ക് ചെയ്ത് ഷാർപ്പായിട്ടുള്ളൊരു ക്ലോസിങ് കിട്ടിയാൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ താഴേക്ക് ആലോചിക്കുക എന്നുള്ളതാണ്. 24,720, 24,660, 24,600 എന്നിങ്ങനെ ടാർഗറ്റ് ഉണ്ട്. ഏറ്റവും ഫൈനൽ ടാർഗറ്റ് 24,500 എന്നിങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇത് മെയിനായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത് കാണുന്നുണ്ടോ ഈ ഒരു ക്യാൻഡിൽ? ഇത് എനിക്ക് ലിറ്ററലി ലാസ്റ്റിൽ ഞാനത് വീണ്ടും ട്രേഡ് ചെയ്തു, ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും അത് സൈഡ് വേസ് പോയി, വലിയ കാര്യമില്ല. സോ മാർക്കറ്റ് വീഴുന്നതിന് ശേഷവും ഇത് കാണുന്നുണ്ട്, ഈ ക്യാൻഡിൽസ് കാണുന്നുണ്ട്. പക്ഷേ ഈ സമയം നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോയി നോക്കിയാൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വീഴ്ചയുണ്ട്. പക്ഷേ ക്യാൻഡിൽസിൽ പ്രൈസ് അനങ്ങുന്നില്ല. അതാണ് സംഭവം. ഓക്കെ, തിരിച്ച് നമ്മളിനി അപ്പോൾ ഇന്നലെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സ്റ്റോക്കിനെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോ മോട്ടോർ കോർപ്പ്, TVS മോട്ടോഴ്സ് നോക്കി വയ്ക്കുക. ഇൻട്രാഡേയിലൊക്കെ നല്ല മൊമെൻ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഓൾമോസ്റ്റ് 7%, ഒരാൾ 9%, രണ്ടാമത്തെ ആൾ 7% മൂവ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ട്രേഡ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിനകത്ത് ഒരുപാട് പേര്, 1-2 പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലിയും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. നല്ല പ്രോഫിറ്റൊക്കെ ഹീറോ മോട്ടോർ കോർപ്പിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ്, ഞാൻ എമൗണ്ട് പറയുന്നില്ല, നല്ല പ്രോഫിറ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ കണ്ടു. ഒരാളുടെ ഒരു മാസത്തെ ഇൻകമൊക്കെയാണ് ഒറ്റ ട്രേഡിനകത്ത് അവിടെ കിട്ടിപ്പോയതെന്ന് പറയുന്നത്. വളരെ സന്തോഷം. ഹാപ്പി ടു സീ ഗ്രൂപ്പിലെ പുതിയ മെമ്പേഴ്സ് ഉൾപ്പെടെ അത് ചെയ്യുന്നത്. യൂട്യൂബിൽ അത് റീച്ച് ആകുന്നില്ല അധികം ആളിലേക്ക്, എന്നാലും കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷം. അടുത്ത് നിങ്ങൾ നോക്കാനുള്ള SBI നിങ്ങൾക്ക് നോക്കുക എന്നുള്ളതാണ്. ICICI ബാങ്ക് എന്നിങ്ങനെയുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് നോക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഏരിയയിലുള്ള സ്റ്റോക്സ് അധികം അനങ്ങിയിട്ടില്ല. IT സെക്ടർ തൽക്കാലം നോക്കണ്ട. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. വേറെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇന്ന് എനിക്ക് കുറച്ച് തിരക്ക് കാരണം എനിക്ക് ലൈവിൽ നിൽക്കാനോ ഞാൻ ട്രേഡ് ചെയ്യാനോ ഉള്ള സാധ്യത കുറവാണ്. അതുമാത്രമല്ല ഞാൻ എന്നും ട്രേഡ് ചെയ്യുന്ന സെൻസെക്സിലാണ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. ഇന്നലെ ഒന്നും സെൻസെക്സ് കാര്യമായിട്ട് മൂവ്മെൻറ്റ് തരാത്തത് കാരണം തന്നെ എക്സോസ്റ്റഡ് ആണ്. സോ ഇന്നൊരു ദിവസം ഗ്യാപ്പ് എടുക്കാനുള്ളൊരു തീരുമാനമാണ്. എപ്പോഴും കഴിഞ്ഞ ആഴ്ചയിലും നിങ്ങൾ നോക്കിയാൽ ഈ ട്യൂസ്ഡേ ഞാൻ എന്നും ഗ്യാപ്പ് എടുക്കുന്ന ദിവസമാണ്. ഞാൻ എക്സ്പയറിയെ ഹെഡ് ചെയ്യാറില്ല. എക്സ്പയറി ഡേ ട്രേഡ് വളരെ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയാണ് എൻ്റെ അനാലിസിസ്. അത്യാവശ്യം കൂടിയ ഒരു 14 മിനിറ്റോളം പോയിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു അനാലിസിസോ ഇത്രയും എക്സ്പ്ലെയിൻഡ് വീഡിയോ വന്നിട്ടില്ല. പ്രോഫിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. ഞാൻ ലോസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചതെന്നാണ്. അതിന് വാലിഡ് റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൊമെൻറ്റത്തിൽ കിട്ടിയില്ല. അപ്പോൾ ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ അവർക്ക് ഇന്നത്തെ സിറ്റുവേഷൻ്റെ ഒരു സെറ്റപ്പ് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടായിരുന്നു. സോ ഇത് അറ്റ്ലീസ്റ്റ് വീഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷം. സോ ഇത്രയേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.